പ്രിയപ്പെട്ട കുട്ടികളെ, IT പ്രാക്ടിക്കലിൻ്റെ 4ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4ാമത്തെ ഗ്രൂപ്പിലെ 2 അധ്യായങ്ങളിലെ ചോദ്യങ്ങളാണ് വരിക. ഒന്ന് വെബ് പേജ് ഡിസൈനിങ് എന്ന് പറയുന്ന അധ്യായത്തിലേതും, രണ്ടാമത്തത് സിൻഫിക് സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ട അതിലുള്ള ആനിമേഷൻ തയ്യാറാക്കാം എന്ന് പറയുന്ന അധ്യായത്തിലെ ചോദ്യങ്ങളാണ്. അതിൽ നേരത്തെ നമ്മൾ ഒരു ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട 2ാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ഇതാണ് ചോദ്യം. Create an animation of a bird flying to a tree branch using Synfig Studio software. ഇത്രയേ ഉള്ളൂ. ഒരു ആനിമേഷൻ തയ്യാറാക്കണം. ഒരു മരക്കൊമ്പിലേക്ക് വരുന്ന ഒരു പക്ഷി പറന്ന് വന്നിരിക്കുന്ന തരത്തിലുള്ള ഒരു ആനിമേഷൻ തയ്യാറാക്കി വെക്കണം. അതിൻ്റെ ഹിൻഡ് നമുക്ക് തന്നിട്ടുണ്ട്, ചെറിയ സൂചനയായിട്ട് തന്നിട്ടുണ്ട്. ഇൻക്ലൂഡ് ദ ഇമേജസ് tree.png, bird.png given in the images 10 folder. Save the animation in the exam 10 folder with your register number, question number as file name. അത് നിങ്ങൾ ആ ആനിമേഷൻ സിൻഫിക് സ്റ്റുഡിയോ തന്നെ സേവ് ചെയ്ത് നോക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിൻഫിക് സ്റ്റുഡിയോ തുറക്കുകയാണ് വേണ്ടത്. അത് നമുക്കറിയാം, ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിലാണ് സിൻഫിക് സ്റ്റുഡിയോ ഉള്ളത്. സിൻഫിക് സ്റ്റുഡിയോ തുറന്നു വന്നു. അപ്പോൾ നമുക്കിതിന് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, ബാക്ക്ഗ്രൗണ്ടൊന്നും ഇടാൻ പറഞ്ഞിട്ടില്ല. നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tree.pngയും bird.pngയും tree.pngയും bird.pngയും നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ചിത്രം, ഒരു PNG അല്ലെങ്കിൽ ഒരു റാസ്റ്റർ ഇമേജ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്, വെക്ടർ ഇമേജ് ഇതിനകത്തേക്ക് കൊണ്ടുവരാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ചോദ്യങ്ങളിലെല്ലാം റാസ്റ്റർ ഇമേജുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു PNG ചിത്രം എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഫയലിൽ ഇമ്പോർട്ട് വഴിയാണ് കൊണ്ടുവരുന്നത്. ഇമ്പോർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഹോമിലെ എക്സാം 10 അല്ല, ഇമേജസ് 10 ആണ് നമ്മുടെ ആവശ്യമുള്ള ചിത്രങ്ങൾ ഉണ്ടാവുക. അതിലാദ്യം നമ്മൾ കൊണ്ടുവരേണ്ടത് tree.png ആണ്. tree.png ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് പറയുന്നു. അപ്പോൾ അതോടുകൂടി നമുക്ക് ആ tree.png വന്നിട്ട്, അത് tree.png നമ്മൾ നോക്കുമ്പോൾ അത് വിത്ത് ബാക്ക്ഗ്രൗണ്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അടുത്തത് നമ്മൾ bird.png ഇതേപോലെ തന്നെ ഫയലിൽ ഇമ്പോർട്ട് വഴി bird.pngയും കൊണ്ടുവരുന്നു, ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ബേർഡും എത്തി. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൂരെ നിന്നൊരു പക്ഷി പറന്ന് വന്ന് ആ കൊമ്പിൽ, ആ പക്ഷിയുടെ ഒരു കൂട് അവിടെയുണ്ട്, അതിൽ കുറേ എഗ്സും ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആ മരത്തിൻ്റെ കൂട്ടിലേക്ക് വരുന്ന തരത്തിലേക്കുള്ള ആനിമേഷനാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ നിൽക്കേണ്ടത് ബേർഡിനാണ് നമ്മൾ ആനിമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ബേർഡിനെ ക്ലിക്ക് ചെയ്തിട്ട് ബേർഡ് എവിടെ നിന്നാണോ ആദ്യത്തെ ഫ്രെയിമിൽ എവിടെയാണോ വെക്കേണ്ടത് ആ ഫ്രെയിമിലേക്ക് വെക്കുക. അതിന് നമുക്കറിയാം, ഈ ഇതിൽ മൂവ് ചെയ്യാനും ഇതിനെ വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ചെറിയ സർക്കിൾസ് നമുക്കിവിടെ കാണാം. പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ മൂവ് ചെയ്യാൻ നമുക്കറിയാം, ഇവിടെയുള്ള ഈ ഡയഗണലായിട്ട് ഇവിടെ ഏറ്റവും താഴെയുള്ള ഈ പോയിൻ്റാണ്. അതെടുത്തിട്ട് നമ്മൾ ബേർഡിനെ കൊണ്ടുവെക്കുമ്പോൾ നമുക്കറിയാം, ദൂരേന്ന് പറന്ന് വരുമ്പം ബേർഡിന് ഒരു ചെറിയൊരു രൂപം കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഈ ബേർഡിൻ്റെ സൈസ് ഞാനൊന്ന് കുറച്ച് ചെറുതാക്കുകയാണ്. അപ്പോൾ ബേർഡിനെ നമുക്കിങ്ങനെ അകലേന്ന് പറന്ന് വരുന്ന രീതിയിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പം ബേർഡ് ഇവിടെ നിന്ന് ഇങ്ങനെ പറന്ന് വരികയാണ്. അപ്പോൾ 1ാമത്തെ ഫ്രെയിമിൽ ബേർഡ് ഇവിടെയാണുള്ളത്, മരത്തിൻ്റെ കൊമ്പൊക്കെ ഇവിടെയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 120F എന്ന് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഡിഫോൾട്ട് FPS 24 5 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു ആനിമേഷനാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അവസാന ഫ്രെയിമായിട്ട് നമ്മൾ 120F നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെ 120Fൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബേർഡ് ഈ മരത്തിൻ്റെ കൊമ്പിൽ വന്ന് ഇരിക്കുന്ന തരത്തിൽ സെറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ഫ്രെയിമുകളിലൊക്കെ ട്യൂണിങ് ഇതിൽ സിൻഫിക് സ്റ്റുഡിയോ തന്നെ ഫില്ല് ചെയ്തിട്ട് നമുക്കൊരു ആനിമേഷൻ ഫില്ലിങ് കിട്ടും. അപ്പം നമ്മുടെ വർക്ക് വളരെ കുറവാണ്. 1ാമത്തെ ഫ്രെയിം, അതായത് 0F ഫ്രെയിം, 1ാമത്തെ ഫ്രെയിമിന് 0F എന്നാണ് പറയുക. 0Fൽ ഇതിൻ്റെ ഇനിഷ്യൽ പൊസിഷനും ബേർഡിൻ്റെ ഇനിഷ്യലായിട്ടുള്ള എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് 120Fൽ അതിൻ്റെ ഫൈനൽ പൊസിഷനും സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഫൈനൽ പൊസിഷൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ആനിമേഷൻ ഓൺ ആക്കണം എന്നുള്ളത് ഓർമ്മിക്കുക. ആനിമേഷൻ എഡിറ്റിംഗ് മോഡ് ഓൺ ആക്കണം. അപ്പോൾ ഞാൻ എഡിറ്റിംഗ് മോഡ് ഓൺ ആക്കുകയാണ്. അപ്പോൾ റെഡ് ഈ സ്ക്വയർ വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഫ്രെയിം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ 0Fന് പകരം 120F അമർത്തുന്നു. 120F അമർത്തി അതിന് ശേഷം നമ്മൾ ഈ ബേർഡിൻ്റെ ലെയർ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ബേർഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മരത്തിൻ്റെ കൊമ്പിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. ഒപ്പം അല്പം വലുതാക്കുന്നു. കാരണം
നമ്മൾ അടുത്തേക്ക് വന്ന സ്ഥിതിക്ക് ബേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് വലുതായിട്ടുണ്ട്, വലുതാക്കണം. അപ്പോൾ വലുതാക്കി ഇവിടെ കറക്റ്റായിട്ട് ആ മരത്തിൻ്റെ കൊമ്പിലേക്ക് വരുന്ന തരത്തിലേക്ക് വെക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ അല്പം കൂടി ആ കൂടിനടുത്തേക്ക് വെക്കാം. കൂടിനടുത്തേക്ക് വെക്കുന്നു. ഓക്കെ. ഇനി നമ്മളൊന്ന് ഇത് ശരിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്ലേ ബട്ടൺ ഒന്ന് അമർത്തി നോക്കുന്നു. പ്ലേ ബട്ടൺ അമർത്തുമ്പോൾ അപ്പം അകലേന്ന് വരുമ്പോൾ വളരെ കുഞ്ഞു ബേർഡാണ്. പക്ഷേ നമ്മൾ മരക്കൊമ്പിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് അല്പം വലുതായിട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ദൂരെ നിന്ന് കാണുന്ന ആ ബേർഡിനെ വളരെ ചെറുതായിട്ടാണല്ലോ നമ്മൾ കാണുക. ഈ രീതിയിൽ നമ്മൾ പൊസിഷൻ ചെയ്യുക. ഇത്ര മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മളൊരു ഇമേജ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. tree.png, അതിനുശേഷം bird.pngയെ കൊണ്ടുവന്നു. നമ്മൾ 0Fൽ അതിൻ്റെ ഒരു പൊസിഷൻ സെറ്റ് ചെയ്തു. 120Fൽ അതിൻ്റെ രണ്ടാമത്തെ പൊസിഷൻ സെറ്റ് ചെയ്തു. ആനിമേഷൻ വർക്ക് ചെയ്തു, കണ്ടു, ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചോദ്യത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഇനി സേവ് ദ ആനിമേഷൻ മാത്രമേ വർക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് പോയിട്ട് സേവ് പറയുന്നു. ഒരു പിന്നെ നിങ്ങളുടെ ഒരു രജിസ്റ്റർ നമ്പർ അനുസരിച്ചിട്ട് _4 എന്നുള്ള രീതിയിൽ സേവ് ചെയ്യുന്നു. അപ്പോൾ exam10 ഫോൾഡറിൽ സേവ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സിൻഫിക് സ്റ്റുഡിയോയിൽ രണ്ടാമത്തെ ഒരു ഏരിയ ആയിട്ട് വരുന്നത്. 2 ചിത്രങ്ങൾ ഇൻസേർട്ട് ചെയ്തിട്ട് അതിനെ ആനിമേറ്റ് ചെയ്യുന്ന രീതി. ഓക്കെ, താങ്ക് യു.